വെൽക്കം ടു ഓൾ സ്പോർട്സ്. ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാസ്റ്റ് ബോളറായ ടിനു യോഹന്നാനാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റിൽ ടീമിൽ എത്തിയ ആദ്യ ഫാസ്റ്റ് ബോളർ എന്ന നേട്ടം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ടിനു യോഹന്നാൻ. 6'3" ടോൾ, മികച്ച മീഡിയം ഫാസ്റ്റ് ബോളിംഗ്, ശാന്തവും സൗമ്യമായ വ്യക്തിത്വം കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് അദ്ദേഹം. കളിക്കളത്തിലെ എതിരാളികൾക്ക് വെല്ലുവിളി ആയിരുന്നില്ലെങ്കിലും കളിക്കളത്തിൻ്റെ പുറത്തുള്ള സൗമ്യമായ പെരുമാറ്റം കാരണം ആരാധകർ സ്നേഹപൂർവ്വം ജെന്റിൽ ജെയിൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ടിനു യോഹന്നാൻ. വെൽക്കം ടിനു യോഹന്നാൻ ടു മൈ പോഡ്കാസ്റ്റ് ചാനൽ. താങ്ക് യു. 2001 മൊഹാലിയിലെ ടെസ്റ്റ് ഡെബ്യൂ ടിനു യോഹന്നാൻ ബോൾ ചെയ്യുന്നു. ഫസ്റ്റ് ഓവർ 4th ബോൾ, ഓഫ് സ്റ്റമ്പിൽ ഔട്ട് സിംഗർ, ബോൾ സെക്കൻഡ് സ്ലിപ്പിൻ്റെ കയ്യിൽ, മാർക്ക് ബൗച്ചർ ഔട്ട്. എന്തായിരുന്നു ഫീലിംഗ്? ഒരു സ്വപ്ന തുല്യമായ ഫീലിംഗ് ആണ്. ആദ്യം തന്നെ ഒരു സ്വപ്നമായ തുല്യമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഡെബ്യൂ ചെയ്യണം, ഇന്ത്യക്ക് ഡെബ്യൂ ചെയ്യണത് ഒരു ഔട്ട്സൈഡ് ദ വേൾഡ് ഒരു ഫീലിംഗ് ആണ്. അതായത് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സൗരവ് ഗാംഗുലി നിൽക്കണം ക്യാപ്റ്റനായിട്ട്, ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് നിൽക്കുന്നത്. ഓക്കെ, മിഡ് ഓഫ്. ഞാൻ നടുക്ക് അവർ ന്യൂ ബോൾ എനിക്ക് എറിഞ്ഞു തരാം. ന്യൂ ബോൾ ഞാൻ എടുക്കണം, ഫസ്റ്റ് ഓവർ രണ്ടാമത്തെ ഓവറാണ് എടുക്കണം. അപ്പുറത്തെ എന്നെ പോലെ തന്നെ ഡെബ്യൂ ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ഇക്ബാൽ സിദ്ദിഖി ആ കളിയിൽ. അദ്ദേഹമാണ് ന്യൂ ബോൾ, അത് സീനിയർ പാർട്ട്ണറായിട്ട് അദ്ദേഹത്തിന് ന്യൂ ബോൾ ഫസ്റ്റ് ഓവർ എറിഞ്ഞ് രണ്ടാമത്തെ ഓവർ ഇവിടുന്ന്. അപ്പോൾ ഇന്ത്യക്ക് 2 ഡെബ്യൂഡൻസ് ന്യൂ ബോൾ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് രണ്ടാമത്തെ ഓവർ എറിയുമ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ എറിയണത്. അപ്പം ശരിക്കും എൻ്റേതായിട്ടുള്ള ഒരു ലോകത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ക്രൗഡുണ്ട്, ഇഷ്ടംപോലെ ക്രൗഡുണ്ട്. മൊഹാലിയിലാണ്, ഉഗ്ര സ്റ്റേഡിയമാണ്. വിക്കറ്റിൽ പച്ച ഗ്രാസ് ഉണ്ട്, ഗ്രാസ് കവറുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സിനെ അനുകൂലിക്കുന്ന വിക്കറ്റാണ്. അപ്പോൾ എനിക്ക് സ്ഥലത്ത് കൊണ്ടുവന്ന് എറിഞ്ഞാൽ മതി. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാനസികമായിട്ടുള്ള നിലപാടാണ് എൻ്റെ അവസ്ഥ. പക്ഷെ ദൈവം സഹായിച്ച് ഭയങ്കര കൂളായിരുന്നു, ഒരു കമ്പോസ്റ്റ് ഫീലിംഗ് ആയിരുന്നു, എന്നുവെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഓടി വന്ന് എറിഞ്ഞാൽ മതിയെന്നുള്ളൊരു ഫീലിംഗാണ്. എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് അവരത് തന്നെ പറഞ്ഞത്. സച്ചിനും സൗരവ് ആപ്കാ ബോളിംഗ് ഡാലോ ജാദാ കുച്ച് സോച്നാ നെയ്യ്, ഇത് തന്നെ ചെവിയിൽ കേട്ടോണ്ടിരുന്നു. അതിനു മുമ്പും എൻ്റെ റൂംമേറ്റ് സഹീർ അന്ന് ടീമിലില്ലെങ്കിലും സഹീർ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തത് തൂ തെരാ ബോളിംഗ് ഡാലോ ബാക്കി ദേഖാ ജായേഗാ. അപ്പം ആ ഒരു മാനസിക നിലയിലാണ് എറിയുന്നത്. 4ാമത്തെ ബോൾ വിക്കറ്റ് കിട്ടി. പക്ഷെ അഡ്വാൻറ്റേജ് എന്ത് പറയുന്നത്, 2 ഓപ്പണേഴ്സ്, ഈ പറഞ്ഞ 2 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു. അപ്പം എനിക്ക് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എൻ്റെ പന്ത് സാധാരണ റൈറ്റ് ഹാൻഡറിന് കുത്തി അകത്തേക്കാണ് വരുന്നത്. ഇൻ സ്വിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ കട്ടേഴ്സ് എന്ന് പറയും. കുത്തി അകത്തേക്ക് വരും. അതേ ലെഫ്റ്റ് ഹാൻഡറിന് എറിയുമ്പം അവരെ വിട്ടുപോകും, ഈ ബോൾ വിട്ടുപോകും. അപ്പം ഞാൻ റൈറ്റ് ഹാൻഡറിന് എറിയുന്ന അതേ ലൈന് ലെഫ്റ്റ് ഹാൻഡറിന് എറിയുകയാണെങ്കിൽ വിക്കറ്റിൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഈ വിക്കറ്റിൽ ഹെൽപ്പ് ഉണ്ട്, കുറച്ച് പച്ച മോർണിംഗ് കണ്ടീഷൻസ് ആണെങ്കിൽ ഇത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ സ്വിങ് ചെയ്ത് ഇവരെ വിട്ടുപോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആ 2 ബാറ്റ്സ്മാൻമാരെയും എന്നെ കണ്ടിട്ടില്ല, അധികം കളിച്ചിട്ടില്ല. ഡെബ്യൂ ആണ്, അവർക്കറിയില്ല എങ്ങനെ എറിയുമെന്ന് അറിയില്ല. അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. മാർക്ക് ബൗച്ചർ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കളിച്ചത്. ബാറ്റ് പുറത്തൊന്നും ഇട്ടില്ല, ബോഡിക്ക് ക്ലോസ് ആയിട്ട് തന്നെ കളിച്ച്. പക്ഷെ വിട്ടു പോകുന്ന സ്വഭാവം ആയതുകൊണ്ട് ബോൾ എഡ്ജെടുത്ത് സ്ലിപ്പിലേക്ക് പോയി. അത് പിടിച്ച ആൾ VVS ലക്ഷ്മണായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ വിക്കറ്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യത്തെ വിക്കറ്റ്, ആദ്യത്തെ ഓവർ 4ാമത്തെ ബോൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഒരു മലയാളി ഫാസ്റ്റ് ബോളർ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൽ കാലുകുത്തി സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ഡെബ്യൂ എനിക്ക് ലഭിച്ചു. അതെ, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഞങ്ങൾ ഇവിടെ ഓപ്പോസിറ്റ് ലണ്ടൻ, ഇംഗ്ലണ്ട്, അതായത് വേൾഡിലെ ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് ടീമിനെതിരെ ബോൾ ചെയ്യുക. മാർക്ക് ബൗച്ചർ നമ്പർ 1 ബാറ്റ്സ്മാൻ, ഒപ്പം തന്നെ മാർക്കസ് ടെസ്കോത്തിക്, അദ്ദേഹത്തിൻ്റെ വിക്കറ്റും. വേൾഡ് 1 മിനിറ്റ് സ്തംഭിച്ച് നിന്നുപോയി. എന്താണ് ടിനു യോഹന്നാൻ്റെ മനസ്സിൽ? ഡബിൾ ഇമ്പാക്റ്റ്, ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ഞാനും സ്തംഭിച്ചു. എങ്ങനെയാണ് എന്താണെന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അന്ന് ആ നിലയിലാണ് നമ്മൾ പന്തെറിയുന്നത്. ഓക്കെ, ഞാനൊരു ലേറ്റ് ഗ്രൂമറായിരുന്നു ക്രിക്കറ്റിൽ തന്നെ. ഓക്കെ, MRF പേസ് ഫൗണ്ടേഷനിൽ ചെന്ന് കളി പഠിച്ചു, ബോൾ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അവിടുന്ന് കിട്ടിയ
പാഠങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിന് 2 വർഷമേ കളിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് 2000 ഡെബ്യൂ ചെയ്ത് 2000 കളിച്ചു, 2001 കേരളത്തിന് വേണ്ടി കളിച്ചു. ആ സീസൺ 2 സീസണും ഡീസൻ്റായിട്ട് പോയി. ആ ഒരു പ്രതിഭ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ 2 വർഷമായിട്ടുള്ള ഒരു കയ്യിലുണ്ടാ 10 കളികൾ കളിച്ചിട്ടുണ്ട്, അത്രേ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പം ബേസിക്കലി ഐ വാസ് റോ, യുനോ, വലിയ അതേപോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻസും എൻ്റെ നിന്ന് ഇല്ല, പുറത്തുനിന്ന് ആൾക്കാരും നിന്നില്ല. അപ്പോൾ ഓടി വന്ന് അറിയാവുന്ന പന്ത് എറിയുക, അറിയാവുന്ന രീതിയിൽ പന്ത് എറിയുക, അത്രേ ഉള്ളൂ. സോ ഇറ്റ് വാസ് ലോട്ട് ഓഫ് ഫ്രീഡം, ഓക്കെ, ബിക്കോസ് ലാക്ക് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. അപ്പം ഓടി വന്ന് പറ്റുന്ന രീതി നല്ല റിതത്തിലായിരുന്നു അന്ന്. എന്നുവെച്ചാൽ അന്ന് ബോർഡ് പ്രസിഡന്റ് 11 ഇംഗ്ലണ്ടിനെതിരെ തന്നെ കളിച്ചിരുന്നു. അതിനും ഇന്ത്യ എക്ക് വേണ്ടി ഇറാനി ട്രോഫി എന്ന് പറഞ്ഞ ഇറാനി ട്രോഫി കളിച്ചിരുന്നു, വിക്കറ്റുകൾ എടുത്തു. അപ്പോൾ ആ കോൺഫിഡൻസും ഉണ്ടായിരുന്നു, നല്ല റിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ റിതം തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സപ്പോർട്ട് 4 സൈഡിൽ നിന്നുണ്ടായിരുന്നു, സീനിയർ പ്ലെയേഴ്സിൻ്റെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്നൊരു ഭയം അങ്ങനെ ഒരു ആസ്പെക്റ്റ് വന്നിരുന്നില്ല, പ്രഷർ അധികം അറിഞ്ഞിരുന്നില്ല. ഈ പറഞ്ഞ പോലെ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് വന്നത് കൊണ്ട് എനിക്ക് അഡ്വാൻറ്റേജായി മാറി. മാർക്ക് ബുച്ചർ പുറത്തേക്കുള്ള പന്തിലാണ് ഔട്ടായെങ്കിലും, പക്ഷെ ത്രിസ്കോത്തിക്ക് പന്ത് കുത്തിയിട്ട് അകത്തേക്ക് വന്നിരുന്നു. ഇൻസ്വിങ്ങർ കട്ടർ എന്ന് പറയാം. എൻ്റെ ബോൾ സ്വിങ് ആവാറില്ല, അകത്തേക്ക് ലെഫ്റ്റ് ഹാൻഡറിന് സ്വിങ് ആവാറില്ല, കട്ടറാണ് ലെഫ്റ്റ് ഹാൻഡറിന്. അപ്പം കുത്തിയിട്ട് അത് പതുക്കെ ആ ലൈനൊന്ന് ഹോൾഡ് ചെയ്ത്, ക്രിക്കറ്റിന്റെ ഭാഷ നിങ്ങൾക്ക് അറിയാമെങ്കിലും പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ ഒന്നൊന്ന് ഹോൾഡ് ചെയ്തു ആ ലൈൻ, അതായത് വിട്ടുപോകത്തില്ല, അത് ആ ലൈനിൽ തന്നെ തുടർന്നു. അത് വിട്ടുപോകുമെന്നാണ് ത്രിസ്കോത്തിക്ക് വിചാരിച്ചത്. അപ്പൊ പുള്ളി ലീവ് ചെയ്തു. അത് ഇങ്ങനെ ബുച്ചർ കളിച്ചു, ത്രിസ്കോത്തിക്ക് ലീവ് ചെയ്തപ്പം ആ പന്ത് ഒന്ന് ലൈൻ ഹോൾഡ് ചെയ്തുകൊണ്ട് ഓഫ് സ്റ്റംപ് എടുത്തോണ്ട് പോയി. അപ്പോൾ ഓഫ് സ്റ്റംപ് എടുത്തോണ്ട് പോയി. അപ്പോൾ ഒരു മിസ് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു ത്രിസ്കോത്തിക്കിന്റെ ഭാഗത്തിൽ നിന്ന്. അത് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്ന പന്തൊന്നുമല്ല, അങ്ങനെ കട്ട് അറിഞ്ഞുകൊണ്ടുള്ള പന്തല്ല, തന്നെ ആയതാണ്. ഡെന്നിസ് ലില്ലിയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെയധികം സ്വാധീനിച്ചെന്ന് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഡെന്നിസ് ലില്ലി ആയിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു? ഓസ്ട്രേലിയൻ ലെജൻഡാണ്. പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ ഡെന്നിസ് ലില്ലി എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിങ്ങിൽ കണ്ട ഏറ്റവും വലിയ ലെജൻഡാണ്. 70-80 കാലഘട്ടത്തിൽ, ഓക്കെ, വേൾഡിൽ തന്നെ കണ്ട ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ ഒരു രാജാവ് എന്ന് തന്നെ പറയിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഗുണം എന്തായിരുന്നു വെച്ചാൽ, അദ്ദേഹം ഒരു വലിയ ഇഞ്ചുറിയിൽ നിന്ന്, അന്ന് ഈ സ്ട്രെസ് ഫ്രാക്ചർ എന്നുള്ള കാര്യമൊന്നും അന്ന് സുലഭമല്ല. അത് ബാക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത് സ്ട്രെച്ച്, അത് നമ്മുടെ ബോണിൽ ക്രാക്ക് വരുന്നതാണ്, ബാക്ക് ബോണിൽ ക്രാക്ക് വരുന്നതാണ് സ്ട്രെസ്. അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ഇയേഴ്സിൽ തന്നെ അത് വന്നിരുന്നു. അപ്പം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഇനി കളിക്കത്തില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അത് കണ്ടത്. പക്ഷെ അദ്ദേഹം തന്നെ റിസർച്ച് ചെയ്തിട്ട് അദ്ദേഹം തന്നെ ഒരു റീഹാബ് പ്രോഗ്രാം അദ്ദേഹം ബോളിങ്ങിന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരികയായിട്ട് വേൾഡ് 365 വിക്കറ്റ് എടുത്താണ് വിരമിച്ചത്. ശരി, അപ്പോൾ അത്രയും അറിവുള്ളൊരു വ്യക്തിയാണ്. ആ അറിവ് അദ്ദേഹത്തിൻ്റെ ബോളിങ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം അന്ന് സയൻസും ടെക്നോളജിയും ഇത്രയും ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലല്ലോ. അപ്പം അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച വഴികൾ. അപ്പോൾ ആ അറിവ് ഉള്ള ഒരു മനുഷ്യൻ്റെ അടുത്താണ് എനിക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് ആദ്യം മുതൽ തന്നെ. എൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ MRF പേസ് ഫൗണ്ടേഷനിൽ പോകുമ്പോൾ, ഡെന്നിസ് ലില്ലി ഹെഡ് കോച്ചായിട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് MRF പേസ് ഫൗണ്ടേഷൻ. ഇപ്പം ഗ്ലെൻ മെഗ്രാത്താണ് അവിടെ തന്നെ ഞാനിപ്പം കോച്ചായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യമേ അറിയുള്ളൂ, വലിച്ചെറിയുക, ഓടി വന്ന് പന്ത് വലിച്ചെറിയുക. അത് എങ്ങോട്ട് പോകും എന്താണെന്ന് എന്നോട് ചോദിക്കുക, ഞാൻ വന്ന് ഓടി വന്ന് അറിയാം, അത് മാത്രമേ എനിക്കറിയാം. സോ ഐ വാസ് എംപ്റ്റി, ടോട്ടലി ഒരു എംപ്റ്റി വെസലായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അതെനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. എന്ത് പറഞ്ഞാലും വേദോപദേശമായിട്ട് കേട്ട് അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെന്നിസ് ലില്ലിൻ്റെ വായിൽ നിന്നാണ് ഇത് വരുന്നത് കൊണ്ട് ഒന്നും ആലോചിക്കാറില്ല, അതുപോലെ ചെയ്യും. അത് ഫിറ്റ്നസിൻ്റെ ആസ്പെക്റ്റ് ആയാലും, ട്രെയിനിങ്ങിൻ്റെ ആസ്പെക്റ്റ് ആയാലും, ബോളിങ്ങിൻ്റെ ആസ്പെക്റ്റ് ആയാലും അങ്ങനെ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. 4 വർഷം അദ്ദേഹത്തിൻ്റെ അടിയിൽ നിന്ന് വർക്ക് ചെയ്തു. 5-ാമത്തെ വർഷം ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ് ചെയ്തത്. അപ്പം ABCD മുതൽ ഞാൻ ബോളിങ്ങിൻ്റെ ABCD മുതൽ ഞാൻ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. വലിയൊരു ഭാഗ്യമാണ്
ഡെന്നിസ് ലില്ലിൻ്റെ അടിയിൽ train കോച്ച് ചെയ്യാൻ പറ്റിയതിൽ. അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യ കളിക്കുമെന്ന് സ്വപ്നം പോലും അങ്ങനെ ഒരു തുടക്കം കിട്ടാൻ ചാൻസേ ഇല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ മുതൽ ഞാൻ ആ ലെവലിൽ വന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഡെന്നിസ് ലില്ലി എന്ന വ്യക്തിയുടെ അടിയിൽ നിന്നാണ് പഠിച്ചത്. ഒരു പേരും കൂടെ പറയാനുണ്ട്, ടി.എ. ശേഖർ സർ. അദ്ദേഹമായിരുന്നു ചീഫ് കോച്ച് അന്നവിടെ. അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനും എൻ്റെ കരിയറിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അവിടെ തന്നെ MRF പേസ് ഫൗണ്ടേഷൻ തന്നെ ഡെന്നിസ് ലില്ലി 45 ദിവസമാണ് ഒരു വർഷത്തിലുള്ളത്. അത് 3 പ്രാവശ്യമായിട്ട് ഒരു വർഷത്തിൽ 15 ദിവസമായിട്ട് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. ഓവറോൾ മോണിറ്ററിങ് ചെയ്തിട്ട് പോയി 15 ദിവസം. അപ്പോൾ മാർച്ചിൽ ഒരിക്കൽ വരും, ജൂണിൽ ഒരിക്കൽ വരും, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് അവസാനം വരും. ഈ 6 മാസത്തിൽ 3 പ്രാവശ്യം വരികയാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പം ബേസിക് മോണിറ്ററിംഗ് ആണ് കൂടുതൽ നടക്കുന്നത്. പക്ഷേ ടി.എ. ശേഖർ സാറാണ് എല്ലാ ദിവസവും ഞങ്ങളെ ഈ കോച്ചിങ്ങിലൂടെ നടത്തിയത്. 6'3" ഉയരം ഫാസ്റ്റ് ബോളിൽ അഡ്വാൻറ്റേജ് ആയിരുന്നോ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നോ? തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് തന്നെ പറയണം. ആ ഹൈറ്റിൽ നിന്ന് ബോൾ എറിയാൻ കഴിയുക, അതിന് എക്സ്ട്രാ ബൗൺസ് കിട്ടും. ലെങ്ത്തിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. എന്നുവെച്ചാൽ മേലെ ഒരു ഹൈ ആം റിലീസ് ആയതുകൊണ്ട് തന്നെ ലെങ്ത്തിൽ നല്ല കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. എക്സ്ട്രാ ബൗൺസ് ഓഫ് ദ വിക്കറ്റ്, എനി പിച്ച്, എനി കൈൻഡ് ഓഫ് പിച്ച് നമുക്ക് ആ വിക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു എക്സ്ട്രാ ബൗൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തോരം 6'3s ഉണ്ട്, എന്തോരം നീളമുള്ള ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് അവർക്കെല്ലാം എറിയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി ഒരു ഇൻഹെറൻറ്റ് ടാലൻറ്റ് വേണം നമുക്ക്. ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുന്ന കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സ്കില്ലാണ്. നമ്മൾ ഡെയിലി ആലോചിച്ച് നോക്കിയാൽ മതി, ഡെയിലി മൂവ്മെൻറ്റ്സിൽ നമ്മൾ ചെയ്യാത്തൊരു തരം മൂവ്മെൻ്റാണ് ഫാസ്റ്റ് ബോളിങ്ങിൽ ചെയ്യുന്നത്. അതായത് ഓടി വന്നിട്ട് ജമ്പ് ചെയ്യും, 2 കാലിലും ലാൻഡ് ചെയ്തിട്ട് കൈ കറക്കി ആണ് എറിയുന്നത്. കൈ കറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കല്ലെറിയണ പോലെ അല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ബേസ്ബോൾ എറിയണ പോലെ അല്ല. അതിൽ കൈ മടങ്ങും, കൈ മടക്കി എറിയാൻ പറ്റും. പക്ഷെ ഇതിൽ കൈ മടങ്ങാൻ സമ്മതിക്കത്തില്ല. കൈ നേരെ തന്നെ 3 തന്നെ വരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് സ്കിൽ സെറ്റാണ്. ഓക്കെ, അതിൽ നമ്മൾ സ്പീഡിൽ എറിയാൻ പറ്റണം. അപ്പം അതിനൊരു കോർഡിനേഷൻ വേണം, അങ്ങനൊരു മൂവ്മെൻറ്റ് പാറ്റേൺ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഹൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഹൈറ്റ് വേണമെന്നൊന്നുമില്ല എറിയണമെങ്കിൽ, പക്ഷെ ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സാങ്കേതികവിദ്യ ഇപ്പോൾ ക്രിക്കറ്റിനെ മനോഹരമാക്കിയോ അത് ടിനി യോഹന്നാൻ്റെ കാലത്തുള്ള പോലെ ആ ഒരു എറയാണോ നല്ലത്? താങ്കളുടെ അഭിപ്രായം എന്താണ്? സാങ്കേതികവിദ്യ മനോഹരമാക്കിയോ അല്ലയോ? തീർച്ചയായിട്ടും ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡെന്നിസ് ലില്ലി പോലത്തുള്ള വ്യക്തികൾ ആ സമയങ്ങളിൽ അദ്ദേഹം തന്നെ റിസർച്ച് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയിൽ നിന്ന് പുറത്തു വന്നത്. പക്ഷെ ഇന്ന് ആ റിസർച്ച് തുടങ്ങി വെച്ചത് കൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പല രീതിയിലുള്ള സാങ്കേതിക ഡെവലപ്മെൻറ്റ്സും റിസർച്ചും കാരണം വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നോളജ് വൈസ്. പക്ഷെ അന്നത്തെ നമ്മൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ ആരും സ്റ്റീരിയോ ടൈപ്സ് ആയിരുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല, എല്ലാവരും അവരുടെ നാച്ചുറൽ എബിലിറ്റിയിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആരും ഒരുപോലെ ഇന്നും അങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന കാണത്തില്ല. പക്ഷെ കോച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സാങ്കേതിക കാര്യങ്ങൾ വന്നത് കൊണ്ട് തന്നെ കോച്ച് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരു രീതിക്ക്, ഒരു ബോക്സിൽ ഫിറ്റ് ചെയ്യുന്ന രീതിക്ക് ആക്കാൻ നോക്കും. മനസ്സിലായി. അപ്പം ഞാനൊരു കോച്ച് ആയതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ബാറ്റ്സ്മാൻമാരാണെങ്കിൽ കുറേ പേര് ഒരേ സ്റ്റാൻസിൽ ഇങ്ങനെ നിന്ന് ബാറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും, വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട്. ഓക്കെ, അപ്പം പക്ഷെ നേരത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടേതായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു. അപ്പം പക്ഷെ നമുക്ക് എവിടെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആസ് എ കോച്ച് എന്നെ സംബന്ധിച്ച് അതാണ് ചോദ്യം. നമുക്ക് ആ നാച്ചുറൽ രീതികൾ നമുക്ക് വെച്ചിട്ട് തന്നെ അവർ എത്രത്തോളം ബേസിക്സിലേക്ക്
കൊണ്ടുവരാൻ പറ്റും. അത് ഏത് സ്പോർട്ടിലും അങ്ങനെയാണല്ലോ, ഓക്കെ ഓക്കെ, ഏത് സ്പോർട്ടിലും അതെ അതെ, അങ്ങനെയാണ്. നാച്ചുറൽ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പക്ഷേ ബേസിക്സ് എത്ര നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ബേസിക്സ് നമുക്ക് എത്ര പെട്ടെന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വ്യത്യാസം എന്ന് വന്നിരിക്കുന്നത്. അത് വെച്ചാൽ സമയമില്ല എന്ന്. ഇന്ന് ടൈമാണ് കുറവ്. ഇപ്പോൾ ഒരു പ്ലെയറിന് അവന് ഒരു IPL ടീമിൽ കയറുകയാണെങ്കിൽ, ഉദാഹരണം വെച്ചോ, IPL ടീമിൽ കയറുകയാണെങ്കിൽ കിട്ടുന്ന 2 മാച്ചായിരിക്കത്തോളും. ആ 2 മാച്ചിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ ആൾ പുറത്താവും. അടുത്ത കൊല്ലം വീട്ടിൽ ഇരുന്നോളം പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അവനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവിടെ അയക്കേണ്ടത്. അവിടെ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല. അവിടെ ഓൾറെഡി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, ചെല്ലുമ്പോൾ റെഡി ആയിരിക്കണം പെർഫോം ചെയ്യാൻ. പക്ഷെ എൻ്റെയൊക്കെ സമയത്തിൽ ഒരു കേരള ടീമിലോ ഇന്ത്യൻ ടീമിൽ വരികയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും. നമുക്ക് അവിടെ യൂസ്ഡ് ആവാനായിട്ടുള്ള അവർക്ക് തന്നെ അറിയാം ഈ ഒരു സെറ്റപ്പിൽ ഈ ഒരു ലെവലിലേക്ക് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം വേണം, സമയം കൊടുക്കണം ഏതൊരു പ്ലെയറിനും. ഇന്ന് അതില്ല. ഇന്ന് റെഡി കമോഡിറ്റി ആയിട്ട് അവിടെ പോയാലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഫാസ്റ്റ് ആയിരിക്കണം, നമ്മുടെ പ്രോഗ്രസ് ഫാസ്റ്റ് ആയിരിക്കണം. അവിടെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഉപയോഗം കൂടുതൽ ഇന്ന് വരുന്നത്. DRS, ഹോക്ക് ഐ പോലുള്ള സാങ്കേതിക വിദ്യകൾ ക്രിക്കറ്റിനെ എങ്ങനെ മാറ്റി? വലിയ രീതിയിൽ തന്നെ അതിൻ്റെ ടെക്നോളജി വ്യത്യാസം കൊണ്ടുവന്ന് പറഞ്ഞല്ലോ. ഈ 2 ഓൺ ഫീൽഡിൽ ടെക്നോളജികൾ എത്രത്തോളം ഉപയോഗമായിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പം കൃത്യതയായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നേരത്തെ എപ്പോഴും ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞൊരു കാര്യം ക്രിക്കറ്റിലുണ്ടായിരുന്നു. അതായത് എംപയർസ് ഔട്ട് കൊടുത്താൽ ഔട്ടാണ്. ഓക്കെ, അവിടെ പിന്നെ വേറെ ചോദ്യമില്ല. ഇന്ന് ആ ഡൗട്ട് മാറിയിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി കാരണം. അപ്പം പ്ലെയേഴ്സിനും അതിൻ്റേതായിട്ടുള്ള അനുകൂലം, അവർക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് അവരുടെ കളിയിലും ആ ഒരു ആസ്പെക്റ്റ് അവർ മറന്നു കളയാം. എംപയർ കൈവൊക്കെ ഞാൻ പോകേണ്ട വരുമല്ലോ, ആ ഒരു ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ന് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും അതുണ്ട്. ഒരു ബാഡ് ഡിസിഷൻ കിട്ടിയാൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അതുള്ള ഇഷ്യൂ ആണ്. എംപയറിന് മൂടില്ലെങ്കിൽ കൈവൊക്കിയാൽ പോയേ പറ്റൂ. ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് ഒരു കരിയർ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു ഡിസിഷനാണത്. ഒരു ക്രൂഷ്യൽ ഗെയിമിൽ എന്ന് വെച്ചാൽ ഒരു സെലക്ഷൻ മാച്ചാണ്. അതിൽ അടിച്ച ഈ പ്ലെയർ ഇന്ത്യൻ ടീമിലേക്ക് കയറണമെന്ന് വെച്ചു. അതിലടിച്ചാൽ ഡെഫിനറ്റ് ഇന്ത്യൻ ടീമിലേക്ക് കയറും. അവിടെ എംപയർ കൈവെക്കുക, കഴിഞ്ഞു, അവൻ്റെ കരിയർ കഴിഞ്ഞു. അതെ. അപ്പം അതുപോലത്തുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇത് കാരണം. ആക്യുറേറ്റ് ഡിസിഷൻസ് ഒരു പരിധി വരെ 99% ആക്യുറേറ്റ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ഒരു കാര്യം വരുമ്പം ഹ്യൂമൻ ആസ്പെക്റ്റ് കളിയിൽ നിന്ന് അല്പം ഒന്ന് മാറുന്നതായിട്ട് കാണാം. ഹ്യൂമൻ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസിന് എറർ ഉണ്ടാവും. അപ്പം അതും ഒരു ഗെയിമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എംപയർസ് എല്ലാം ഡിസിഷൻസും ക്യാമറയ്ക്ക് കൊടുക്കുക. ക്രൂഷ്യൽ ഡിസിഷൻസ് എല്ലാം ക്യാമറയ്ക്കാണ് കൊടുക്കണം. അവരുടെ ഡിസിഷൻ മേക്കിംഗ് കുറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ ആസ്പെക്റ്റ് അല്പം ഒന്ന് മാറുകയാണ്. മനസ്സിലായി? എല്ലാം റിലയൻസ് ഫുള്ളും ടെക്നോളജിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അവർ ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപയർസ് കൂടുതലും ഓൺ ഫീൽഡിൽ നിൽക്കുന്നത്. ഏതാണ് താങ്കളുടെ ഫേവറേറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട്? നല്ല ചോദ്യമാണ്. മൊഹാലി ആണെന്ന് തന്നെ എനിക്ക് പറയണം. മൊഹാലി എപ്പോഴും അവിടെ പോകുമ്പോൾ ആ മാച്ച് കഴിഞ്ഞിട്ടും എപ്പോൾ പോയിരുന്നാലും ഭയങ്കര ഓർമ്മകളാണ് അവിടെ വരുമ്പോൾ. ഗ്രേറ്റ് മെമ്മറീസാണ് ആ ഗ്രൗണ്ടിനെ പറ്റി മൊഹാലി തീർച്ചയായിട്ടും. പക്ഷെ അല്ലെങ്കിൽ പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രൗണ്ട് കളിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിലാണ്. വെല്ലിംഗ്ടണിൽ പോയി കളിക്കുകയുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ പിക്ചറസ് ആയിട്ടുള്ള ഗ്രൗണ്ടും കളിക്കാൻ നമ്മൾ ഒരിക്കലും ക്ഷീണം തോന്നിയില്ല. അപ്പം അതൊക്കെ നല്ല എക്സ്പീരിയൻസ്. ബ്യൂട്ടിഫുൾ ആണ്. എക്കാലത്തെയും പ്രിയപ്പെട്ട ഫാസ്റ്റ് ബോളർ ടിനി യോഹന്നാൻ അല്ലാതെ? ഞാൻ വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളേഴ്സിനെ ഒരുപാട് ആരാധിച്ചൊരു വ്യക്തിയാണ്. അവരെ കണ്ടു തന്നെയാണ് എൻ്റെ ബോളിംഗ് സ്റ്റൈലും ഡെവലപ്പ് ചെയ്തത്. അപ്പം കോട്ട്നി വാൾഷും കർട്ട്ലി ആംബ്രോസും ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവററ്റ് ബോളേഴ്സ്. അതിലും ആരെങ്കിലും ഫേവററ്റ് ഉണ്ടെങ്കിൽ കോട്ട്നി വാൾഷാണ്. എല്ലാവർക്കും ആംബ്രോസ് എന്നാണ് പറയുക. ആംബ്രോസിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ വാൾഷാണ് ഒരു പടിക്ക് എൻ്റെ
എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഫേവറേറ്റ്. അതെ, ഫേവറേറ്റ് പക്ഷേ ആയിട്ട്. ഞങ്ങൾ മാൽക്കം മാഷ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളറായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഞാൻ കണ്ടു തുടങ്ങിയ ജനറേഷനെ ഒരു പടിക്ക് മേലെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേറ്റർ സ്റ്റേജസിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കളി കണ്ട് തുടങ്ങിയത്. പക്ഷെ അദ്ദേഹവും ഫിനോമിനൽ ഫാസ്റ്റ് ബോളറാണ്. ഫിനോമിനൽ. ഈ 3 അല്ലെങ്കിൽ 2 വെസ്റ്റ് ഇൻഡീസ് ബൗളേഴ്സാണ് ടിനിയോ ഹെർനാണ്ടസിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഏറ്റവും ഇഷ്ടപ്പെട്ട സഹതാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും സഹ കളിക്കാരൻ എന്ന നിലയിൽ ടിനിയോ ഹെർനാണ്ടസ് ഇഷ്ടപ്പെടുന്ന താരം ഏതാണ്? സഹീർ എന്ന് തന്നെ പറയണം. വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഞാൻ MRF പേസ് ഫൗണ്ടേഷനിൽ പോയ ആ സമയം തൊട്ടുള്ള ബന്ധമാണ് സഹീർ ഖാൻ ആയിട്ട് ബന്ധമുള്ളത്. വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ബന്ധമാണ് ഇതിനെ കൂടിയുള്ളത്. എല്ലാ സാഹചര്യങ്ങളിലും കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ അതായത് അദ്ദേഹത്തിന് സൈഡിൽ നിന്ന് ഒരുപാട് പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ എസ്പെഷ്യലി മെൻ്റൽ മേക്കപ്പ്, ഫുട്ബോളിന് വേണ്ടുന്ന ഒരു മെൻ്റൽ മേക്കപ്പ് എങ്ങനെയാവണമെന്നൊക്കെ ഒരുപാട് പറഞ്ഞും കാണിച്ചും തന്നൊരു വ്യക്തിയാണ് സഹീർ. കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട വിക്കറ്റ് അത് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഫസ്റ്റ് വിക്കറ്റാണോ സെക്കൻഡ് വിക്കറ്റാണോ ഫേവറേറ്റ്? എനിക്ക് സെക്കൻഡ് വിക്കറ്റാണ്. അധികം വിക്കറ്റ് എടുത്തല്ല, എല്ലാം കൂടെ ഒരു 10 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ വൺ ഡേയ്സും ടെസ്റ്റ് മാച്ചസും. പക്ഷെ തീർച്ചയായിട്ടും ത്രസ്കോത്തിക്കിൻ്റെ വിക്കറ്റ് തന്നെയാണ് മനസ്സിൽ നിറഞ്ഞ് നിൽക്കുന്നത്. പൊസിഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇന്നത്തെ ക്രിക്കറ്റിനെ, ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന്, ഒരു പ്ലെയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഒരുപാട് വേദികൾ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ വിചാരിക്കുമ്പോൾ ആ ഏറ്റവും മേളിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മാത്രമാണ് ഒരുപക്ഷെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരുപാട് ചവിട്ടുപടികൾ ഇന്ന് വന്നിട്ടുണ്ട്, നിരയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ IPL മാച്ചസ് ഉണ്ട്. IPL ആണ് ഇന്ത്യൻ ടീമിലേക്ക് കയറാനായിട്ടുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയെന്ന്. അതിന് താഴെയാണെങ്കിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് സർക്യൂട്ട് ഉണ്ട്. ഡൊമസ്റ്റിക് സർക്യൂട്ട് എന്ന് പറയുമ്പം ഇപ്പോൾ കേരളത്തിന് വേണ്ടി കളിക്കാൻ പറ്റും. അതുപോലെ 35 സ്റ്റേറ്റ് ടീമുകളുണ്ട് ഇന്ത്യയിൽ. 35 സ്റ്റേറ്റ് ടീമുകളുണ്ട്. ആ എല്ലാ സ്റ്റേറ്റ് ടീമിലും 15 പ്ലെയർ ഒരു ടീമിന് കളിക്കാൻ പറ്റും. അതുപോലെ ഓരോ ടീമിനും കുറഞ്ഞ 10 ടീമുകളുണ്ട്. അതായത് എല്ലാ ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ സീനിയേഴ്സ് ഉണ്ട്, അണ്ടർ 23 ഉണ്ട്, അണ്ടർ 19 ഉണ്ട്, അണ്ടർ 16 ഉണ്ട്. ഇതുപോലെ തന്നെ വുമൻസ് ടീമുകളുണ്ട്. അപ്പം എന്തോരം ടീമുകളാണെന്ന് ആലോചിച്ചു. ആ ഓരോ ടീമിലും കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇന്ന് കുട്ടികൾക്ക് ഉണ്ട്. അതിൻ്റെ താഴെയാണെങ്കിൽ സ്റ്റേറ്റ് ലീഗ്സ് ഉണ്ട്, ഫ്രാഞ്ചൈസ് ലീഗ്സ് തുടങ്ങി. ഇപ്പോൾ കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഫ്രാഞ്ചൈസ് ലീഗ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതുപോലെ എല്ലാ സ്റ്റേറ്റിലും നടക്കുകയാണ് ഇന്ന്. അതുപോലെ ഇന്ന് അവസരങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ ഒരു സ്കിൽ ലെവലിൽ നമ്മളെ വർദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഷോക്കേസ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻ ക്രിക്കറ്റിൽ. ടിനിയോ ഹെർനാണ്ടസ് ഒരു സെക്കൻഡ് ചാൻസ് തരേണ്ടതായിരുന്നില്ലേ? കാരണം ഇത്രയും വലിയ നല്ല തുടക്കം, ഫസ്റ്റ് ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഗെയിമിൽ തന്നെ സക്സസ്ഫുൾ കരിയർ. എന്തുകൊണ്ട് ടിനിയോ ഹെർനാണ്ടസ് വീണ്ടും ഒരു അവസരം ഇന്ത്യൻ ക്രിക്കറ്റ് തന്നില്ല? ഞാൻ ആരെയും കൈ ചൂണ്ടാറില്ല അതിന്. പൊതുവേ എനിക്കറിയാം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആരെയും കൈ ചൂണ്ടാർ അങ്ങനെ ഇല്ല. എനിക്ക് ആവശ്യത്തിന് ഓപ്പർച്യൂണിറ്റിയൊക്കെ ലഭിച്ചൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാസ്പ് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഓക്കെ, ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി അങ്ങനെ സുലഭമായിട്ടൊന്നും കിട്ടുന്ന സ്ഥലമല്ല. ഈ ലക്ഷക്കണക്ക് ആൾക്കാർ ആ പൊസിഷൻ ആഗ്രഹിച്ച് തന്നെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ 2 കൈ കൊണ്ട് സ്വീകരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് പക്ഷേ സ്കില്ലൊന്ന് വേണം. പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഒരു മെൻ്റൽ മേക്കപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം ഒന്ന്. പക്ഷേ നമ്മുടെ സ്കില്ല് അവിടെ എങ്ങനെ ആ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ടാക്റ്റിക്കൽ ഗെയിമും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ നമുക്ക് ടീമിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്.
ഓക്കെ. ഇപ്പോൾ ബോളിങ്ങിന് ഒരു ആൾ, ബാറ്റിങ്ങിന്, ഫീൽഡിങ്ങിന് ഹെഡ് കോച്ച് ഒരാൾ, ഒരു വീഡിയോ അനലിസ്റ്റ്, അങ്ങനെ നമ്മുടെ ഒരു മെൻ്റൽ കണ്ടീഷനിങ് കോച്ച്, ഇതെല്ലാം ഇന്ന് ലഭ്യമാണ്. അന്ന് ഒരുപാട് അന്ന് ആപാടുള്ളൊരു ഹെഡ് കോച്ചാണ് ടീമിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഞാനും കേരളം പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അന്ന് കേരളത്തിൽ ക്രിക്കറ്റ് അത്രയും സജീവമായിട്ട് വളർന്നിട്ടില്ല, ആ ഒരു ലെവലിലേക്ക് ഇന്ന് വ്യത്യാസമാണ്. അപ്പം നമുക്ക് പറഞ്ഞു തരാനായിട്ട് അവിടെ ചെന്ന് എന്താ ചെയ്യണ്ടേ, അവിടെ എങ്ങനെ നിലനിൽക്കാൻ പറ്റും, ആപ്പോൾ ഒരു 10 കളി കളിച്ചിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. ലഭിച്ച ചാൻസസ് എനിക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം വേറെ ആൾക്കാർ പുറകിൽ ഉണ്ടായിരുന്നു, അടുത്ത നിറയെ ബോളേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. അങ്ങനെ പഴയത് സൈഡ് ലൈൻ ചെയ്യുകയാണ് പറ്റിയത്. പക്ഷേ ഇന്ന് എനിക്കൊരു പാഠമാണ്. ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ പാഠമാണ്. നിങ്ങൾ പ്രിപ്പയർഡായിട്ട് അവിടെ പോകണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്കില്ല് വൈസ് മാത്രമല്ല, മെൻ്റലിയും പ്രിപ്പയർ ചെയ്ത് തന്നെ അവിടെ പോകേണ്ട. പക്ഷേ ഇന്ന് മെൻ്റലി പ്രിപ്പയർ ആവാനുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. എന്ന് വെച്ചാൽ IPL പോലെ ഒരു സെറ്റപ്പിൽ കളിച്ചിട്ടാണ്, അവർ ഓൾറെഡി ഇൻ്റർനാഷണൽ എക്സ്പോഷർ ലഭിച്ചിട്ടാണ് അവർ പോകുന്നത്. അവർ ഓൾറെഡി ആ ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ പ്രഷർ ഹാൻഡ്ലിങ് എങ്ങനെയാണ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഓക്കെ. അപ്പോൾ അതായിരുന്നു വ്യത്യാസം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വളരെ കുറഞ്ഞ ആൾക്കാരാണ്, 3 പേരുള്ളൂ. ആ 3 പേരും സൂപ്പർ സ്റ്റാർ തന്നെയെങ്കിലും പുതിയ ആൾക്കാർ, ന്യൂ ആൾക്കാർ പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് വരാത്ത കാരണവും അതോടൊപ്പം തന്നെ IPL എന്ന് പറയുന്ന ഡ്രീം ഒരു മാച്ചിലേക്ക് കേരള ടീമും ഇല്ല, കേരളത്തിൻ്റെ ഫ്രാഞ്ചൈസി ഇല്ല. എന്തായിരിക്കും അതിൻ്റെ റീസൺ? സിമ്പിളാണ്. ഇവിടുന്ന് കളിച്ച ആൾക്കാരുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ട്, ശ്രീശാന്ത് കളിച്ചിട്ടുണ്ട്, സഞ്ജു സാംസൺ കളിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ബേസിൽ തമ്പി ഇടയ്ക്ക് ടീമിൽ വന്നു പോയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ കളിച്ച ആൾക്കാരിൽ 3 പേര് കളിച്ചതിൽ ഇവരെവിടെയാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. എവിടെയാണ് ഇവർ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തതും എവിടെയാണ് കൂടുതൽ ക്രിക്കറ്റ് കളിച്ചത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചെന്നൈയിലാണ്. അവിടുത്തെ ലീഗ് മാച്ചസ് കളിച്ചിട്ടാണ് ഞാൻ കളി പഠിക്കുന്നത്. ചെന്നൈ ഫസ്റ്റ് ഡിവിഷനാണ് ഞാൻ കളിക്കുന്നത് ആദ്യം മുതൽ തന്നെ. കേരളത്തിന് ക്ലബ് ക്രിക്കറ്റ് കുറച്ച് കളിച്ചിട്ടുണ്ട്, സ്വാൻറ്റൻസിന് വേണ്ടി ക്ലബിന് കളിച്ചിട്ടുണ്ട്, എറണാകുളം ലീഗ് കളിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്കൂൾ ലെവലിലാണ്, സ്കൂളിലായിരുന്നപ്പോൾ 11th and 12th. അത് കഴിഞ്ഞ് ചെന്നൈയിലാണ് കളിച്ചത്. ശ്രീശാന്ത് അതുപോലെ തന്നെ MRF പേസ് ഫൗണ്ടേഷനിൽ വന്ന് അഭ്യസിച്ച് അവിടെ ലീഗ് കളിച്ചിട്ടാണ് അവൻ ഇന്ത്യൻ ടീമിൽ വരുന്നത്. സഞ്ജു സാംസൺ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നു, ഇവിടെ പെർഫോം ചെയ്തു, അണ്ടർ 16 ലെവലിൽ പെർഫോം ചെയ്തു. കേരളത്തിന് 16 വയസ്സിൽ കേരളത്തിൽ കളിച്ചു. സ്ട്രെയിറ്റ് അവേ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ IPL സെറ്റപ്പിലേക്ക് വരിക. കൂടുതലും പ്രാക്ടീസും കാര്യങ്ങളും അവന് കിട്ടുന്ന കോച്ചിങ് അഡ്വൈസസ് കിട്ടുന്നത് ആ തലത്തിലുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ആയിട്ടുള്ള എക്സ്പോഷറും ഇൻ്റർനാഷണൽ കോച്ചസ് ആയിട്ടുള്ള എക്സ്പോഷറിൽ ഡയറക്റ്റ്ലി വരികയാണ്. അപ്പോൾ മൈൻഡ് സെറ്റാണ് മാറുന്നത്. ഓക്കെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ് ഇതുപോലത്തെ സെറ്റപ്പുകളിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ ഞാൻ ഡെന്നിസ് ലില്ലി പോലുള്ള ആൾക്കാരുടെ അടിയിൽ വർക്ക് ചെയ്യുന്നു. സഹീർ ഖാൻ എന്നും എൻ്റെ കൺമുമ്പിൽ കണ്ട് അവിടെ MRF പേസ് ഫൗണ്ടേഷൻ ഒരു 10 ട്രെയിനീസ് ഉണ്ടെങ്കിൽ ആ 10 ട്രെയിനേഴ്സും ആ ഒരു സ്പോട്ടിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ ടീമിൽ ആ ഫാസ്റ്റ് ബോളിംഗ് സ്പോട്ടിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് 10 പേരും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് മത്സരിക്കുന്നത് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതുപോലത്തെ ഉള്ള എൻവയറമെൻറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒരു വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് ഫലം കായ്ക്കണമെങ്കിൽ അതിന് ആ സമയങ്ങളിൽ അതിനായിട്ടുള്ള ഇൻപുട്സ് കൊടുത്താലേ, അതിനാവശ്യമുള്ള ഇൻപുട്സ് കൊടുത്താലേ അത് വളർന്ന് ആ സമയത്ത് നമുക്ക് ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ലേറ്റായിട്ട് ഫലങ്ങളൊക്കെ തരും, പക്ഷെ അതിന് പ്രയോജനം ഉണ്ടാവണമല്ലോ. യൂസ്ഫുൾ അല്ല. ഇപ്പോൾ ഒരു 30-35 വയസ്സിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ട്. അതെ. പക്ഷെ എന്ത് പ്രയോജനം? പ്രൈം കഴിഞ്ഞു പോയി. എന്തുകൊണ്ടാണ്? അത്രയും സമയം അവർക്ക് ലൂസായി അവിടെ.
അവർ കളി തുടർന്നു, അവരുടെ ആഗ്രഹം അത്രയും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒട്ടും കൈവിടാതെ അവരുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരുപാട് ലേറ്റായി പോയി. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ലേറ്റ് ബ്ലൂമേഴ്സ്. ഒരുപക്ഷെ ഓസ്ട്രേലിയക്ക് ആണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയക്ക് വീണ്ടും കളിക്കാൻ പറ്റുമോ അറിയാലോ അല്ലേ? മൈക്ക് ഹസിയൊക്കെ 30 വയസ്സിന് അടുത്താണ് ഡെബ്യൂ വീണത്. പക്ഷെ ഇന്ത്യയിൽ നടക്കൂല. അപ്പോൾ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് കറക്റ്റ് കോച്ചിങ് കിട്ടുന്നുണ്ടോ, കറക്റ്റ് എൻവയറമെൻറ്റിൽ ഉണ്ടോ, കറക്റ്റ് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആണെങ്കിൽ നമുക്ക് മേളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. കേരളത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു എലൈറ്റ് ക്രൗഡിന് മാത്രമുള്ള ഇവിടെ ക്വാളിറ്റി കോച്ചിങ് കിട്ടുന്നത്. ഓക്കെ, അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അടിയിൽ അവർ വരികയാണെങ്കിലാണ് ആ എലൈറ്റ് കോച്ചസ് അവരെ നോക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിൽ ആ ലെവലിലുള്ള കോച്ചിങ് കിട്ടുന്നുണ്ടെങ്കിലും മാച്ചസിൻ്റെ എണ്ണം കുറവാണ്. അല്ലേ, ഈ കളികൾ കളിക്കണമല്ലോ, മാച്ചസ് വേണമല്ലോ. ആ മാച്ചസ് എവിടെ കളിക്കുന്നു? നല്ല ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റുന്നു, ടഫ് വിക്കറ്റ്സിൽ കളിക്കാൻ പറ്റുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? നല്ല വിക്കറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു, ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വാളിറ്റി ഒപ്പോണൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വാളിറ്റി ബോളേഴ്സിനെ അവർ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വാളിറ്റി ബാറ്റ്സ്മാനാണ് എതിരെ കളിക്കുന്നത്. ആ ചുറ്റുവട്ടത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹയർ ലെവലിൽ കളിച്ച എത്ര പ്ലെയേഴ്സ് ഉണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്? അവിടെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. മനസ്സിലായാലും ആരെയും റോൾ മോഡൽസ് വേണ്ടേ കാണാനായിട്ട്? ഇപ്പം നമ്മൾ പ്രാക്ടീസ് പോകുന്ന സ്ഥലങ്ങളിൽ ആ റോൾ മോഡൽസ് ഉള്ളപ്പോഴാണല്ലോ അവർ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കണത്. അപ്പം അതിന് കാരണം ഇതാണ്. IPL അതുപോലെ തന്നെ. IPL റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, IPL റെപ്രസെൻ്റ് ചെയ്ത ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കേരളത്തിൽ. ഓക്കെ, ഒരു സമയത്തിൽ 8-9 പ്ലെയേഴ്സ് എല്ലാ IPL ടീംസായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കളിക്കുന്നത് ഒരാൾ മാത്രമായിരുന്നു, സഞ്ജു സാംസൺ. ബാക്കി 7-8 പേരും പുറത്തിരിക്കുകയാണ്. അപ്പോൾ അത് ടാലൻറ്റ് ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ടാലൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് റെപ്രസെൻറ്റേഷൻ ഉള്ളത്. പക്ഷെ ക്വാളിറ്റി കൺസിസ്റ്റൻ്റ് ആവുന്നില്ല. മനസ്സിലായി? എന്തുകൊണ്ട് സഞ്ജു സാംസൺ എല്ലാ കളികളും എപ്പോഴും കളിക്കുന്നു? ക്വാളിറ്റി ഉള്ളത്. അവിടെ വ്യത്യാസം വരണം. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് സ്ഥലങ്ങളിൽ പോയാലേ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും വ്യത്യാസം. ഞാനൊരു ഫിറ്റ്നസിൻ്റെ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് എനിക്ക് ഫിറ്റ്നസിൻ്റെ കുറച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഡേവിഡ് ബൂൺ, അതുപോലെ തന്നെ രണതുംഗ, അരവിന്ദ് ഡിസിൽവ ഒരു ബാറ്റ്സ്മാൻമാരായിരുന്നു. ടിനി യോഹന്നാനെ പോലെ ബോളിങ് അവർ ഫാസ്റ്റ് ബോളേഴ്സൊന്നും അല്ലെങ്കിൽ അവർ ഫേമസ് ബാറ്റ്സ്മാൻമാരായിരുന്നു. പക്ഷെ അവരൊന്നും ആ കാലത്ത് ഫിറ്റ്നസ് നോക്കിയിരുന്നില്ല. കാരണം അവരൊക്കെ സംതിങ് ഫിറ്റ്നസ് നോക്കാത്ത ഒരു ഫിസിക്ക് പോലെ. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ ബാറ്റ്സ്മാൻമാരായാലും എല്ലാം ഫിറ്റ്നസ് വളരെ ഫിറ്റായിട്ടുള്ള ഒരു ഫിസിക്കാണ് വരുന്നത്. അത് പക്ഷേ അവർ നല്ല ബാറ്റ്സ്മാൻമാരുമായിരുന്നു. അവർ ബെസ്റ്റ് വേൾഡിലെ ബാറ്റ്സ്മാൻമാരായിരുന്നു. രണതുംഗയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ബാറ്റ്സ്മാൻ. അരവിന്ദ് ഡിസിൽവ നമ്മുടെ തന്നെ ഇന്ത്യൻ ടീമിനെ തന്നെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച ഒരാളാണ്. ഡേവിഡ് ബൂൺ അദ്ദേഹം അപ്പോൾ ഫിറ്റ്നസ് ലെവലിൽ വ്യത്യാസം വന്നോ ഇന്ത്യൻ ക്രിക്കറ്റിന് അല്ലെങ്കിൽ വേൾഡ് ക്രിക്കറ്റിൽ? ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രിക്കറ്റ് ഒരു സ്കിൽ സ്പോർട്ടാണ്. സ്കിൽ ഓക്കെ, സ്കില്ലില്ലെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. അത് ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഏത് സ്പോർട്ടിലും സ്കില്ലാണല്ലോ വേണ്ടത്. പക്ഷേ ക്രിക്കറ്റിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ഐ കോർഡിനേഷൻ ഉണ്ട് നല്ല രീതിയിൽ. ബോൾ ഫാസ്റ്റായിട്ട് എറിയാൻ പറ്റും, അല്ലെങ്കിൽ തിരിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പറിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ഫീൽഡറാണ്. ഓക്കെ, ഇതിന് നമുക്ക് ഒരു ബേസിക് സ്കിൽ ലെവൽസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ തിരിച്ചായാലോ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ സ്കില്ലില്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഓക്കെ, സോ ബേസിക്കലി ക്രിക്കറ്റ് ഒരു സ്കിൽ സ്പോർട്ടാണ്. സ്കിൽ. പക്ഷേ ഈ സ്കില്ലിനെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണമെങ്കിലാണ് ഫിറ്റ്നസ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആ സമയങ്ങളിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നെങ്കിലും പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആദ്യം കുറവായിരുന്നു. ഇൻറ്റൻസിറ്റി ഓഫ് ദ ഗെയിം കുറവായിരുന്നു. ഓക്കെ, ഇത്രയും ഓരോ ബോളിൻ്റെ ഇടയ്ക്കും ഇത്രയും എനർജി അല്ലെങ്കിൽ ഇൻറ്റൻസ് കുറവായി, നമ്മൾ ഇടുന്ന എഫേർട്ട് കുറവായിരുന്നു. പിന്നെ ഉള്ളത് ഓരോ കളിക്കിടയ്ക്ക് ഉള്ള ഗ്യാപ്പ് അതും കുറവായിരുന്നു. മനസ്സിലായി? രണ്ട് കാര്യമുണ്ട്. അപ്പോൾ
അപ്പോൾ കളിയുടെ അകത്തുള്ള ഇൻറ്റൻസിറ്റി കുറവായിരുന്നു, ഓരോ കളിക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പ്. അപ്പോൾ ഒരു ടെസ്റ്റ് മാച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരാഴ്ച ബ്രേക്ക് കിട്ടുമായിരുന്നു. ഇന്നും 2 ദിവസം ബ്രേക്ക് കിട്ടിയാൽ വലിയ കാര്യം. അത്രയും തിങ്ങി നിറഞ്ഞ സ്കെഡ്യൂളാണ് എന്നുള്ളത്. അതെ, മനസ്സിലായില്ല. അപ്പം ഈ പ്ലെയേഴ്സിന് ഈ സ്കിൽ ലെവൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, ഫീൽഡിൽ സ്കിൽ ലെവൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഡിമാൻഡ് കൂടി കളിയുടെ. ഓക്കെ. ഇല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആവാൻ പറ്റത്തില്ല, അൺഫിറ്റ് ആവും. ഓക്കെ, മനസ്സിലായില്ല. അന്ന് റിക്കവർ ചെയ്യാൻ കുറച്ചും കൂടെ സമയമുണ്ട്. അതെ. ഓക്കെ. ഗെയിമിൽ ആ ഗ്രൗണ്ടിൽ നിൽക്കാനായിട്ടുള്ള ഫിറ്റ്നസ് ഒക്കെ മതി. 90 ഓവർ നിൽക്കാൻ പറ്റുമെങ്കിൽ തന്നെ അത് അവർക്ക് സർവൈവ് ചെയ്ത് പോവായിരുന്നു. പക്ഷെ സ്കിൽ ലെവൽസ് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പ്ലെയേഴ്സൊക്കെ ആലോചിച്ചാൽ മതി, സ്കിൽ ലെവൽസ് ഹൈ ആയിരുന്നു. വളരെ ഹൈ ആണ്. സ്കിൽ ലെവൽസും ഇല്ല, ഫിറ്റ്നസ്സും കുറവാണെങ്കിൽ വീട്ടിൽ പോകാൻ പറയും. അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം അവിടെയാണ് വ്യത്യാസം. ഇന്ന് പക്ഷേ അതുപോലെ അൺഫിറ്റ് പ്ലെയേഴ്സിനെ നമുക്ക് കാണാൻ വലിയ ഉദാഹരണങ്ങൾ നമ്മളുണ്ട്. പൃഥ്വി ഷാ, ഓക്കെ, ഹൈ സ്കിൽ ലെവൽ, ഫിറ്റ്നസ് കുറവാണ്. ഓക്കെ, താങ്ക് യു, ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. സർഫറാസ് ഖാൻ, ഓക്കെ, സ്കിൽ ലെവൽസ് ഇതുപോലെ തന്നെ ഹൈ ആണ്, ഫിറ്റ്നസ് കുറഞ്ഞു. ഓക്കെ, വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഓക്കെ. തിരിച്ചു വരാൻ പാടാണ്. പക്ഷെ ഇപ്പം ഫിറ്റായിട്ട് തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇന്ന് ഫിറ്റ് ആയാലും നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും യങ്സ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു പാഠവും കൂടെയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരം സൂക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനീഷ്യലി ആയിട്ടുള്ള ഫിറ്റ്നസ് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നല്ല ഫൗണ്ടേഷൻ ഫിറ്റ്നസ്സിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൽ ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ. ടിനു യോഹന്നാൻ, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇന്ത്യൻ ക്രിക്കറ്റിനും കേരള ക്രിക്കറ്റിനും? അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത കോച്ചിങ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ക്രിക്കറ്റ് പ്ലേയിനെ കുറിച്ചാണ്. കോച്ചിങ്ങിൽ വളരെയധികം അച്ചീവ്മെൻറ്റ് പല ആൾക്കാർക്കും നേടിക്കൊടുത്ത ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു, ഇനി എന്തായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നൊരു വ്യക്തിയാണ്. അതായത് ഈ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലൊക്കെ അറിയാലോ, കളിക്കുമ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കാതിരുന്നതാണ്. ഒരു കാരണം കോച്ചിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പം അത് ഫുള്ളി ഡിവോട്ടഡ് ആയിട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് അല്ലെങ്കിൽ നമുക്ക് ജോബ് എടുത്ത് അവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ അതിൽ എന്താണ് റെസ്ട്രിക്ഷൻസ് വരും. നമുക്ക് ലീവ് അത് എന്നൊക്കെ പറയുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി തന്നെ ഫുൾ ടൈം കോച്ചിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ തുടങ്ങിയത് ചെന്നൈയിൽ ക്ലബ് ക്രിക്കറ്റ് കോച്ച് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2012 തൊട്ട് 14 വരെ കാലഘട്ടത്തിൽ അവിടെ ക്ലബ് ക്രിക്കറ്റ് കോച്ച് ചെയ്താണ് തുടങ്ങുന്നത്. അപ്പോഴാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഇവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ഇവിടെ കോച്ചായിട്ട് വരുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിയിൽ കോച്ചായിട്ട് നിൽക്കാൻ തന്നെ ആദ്യം വരുന്നത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ടാണ്. അതായത് ഫിറ്റ്നസ് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ ഫിറ്റ്നസ്സിലും സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ ബോളിംഗ് കൂടെ നോക്കാം എന്നുള്ള രീതിയിലാണ് ആദ്യം വരുന്നത്. 2014 അങ്ങനെ തുടങ്ങി 2023 വരെ ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 വർഷം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സീനിയർ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ടും വേറെ 3 വർഷം ബോളിംഗ് കോച്ചായിട്ടും പോയിട്ടുണ്ട് മുമ്പ് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കുള്ള സമയം ഇവിടെ ഹൈ പെർഫോമൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ കേരള അസോസിയേഷനിൽ അതിൻ്റെ ഡയറക്ടറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് BCCI അസൈൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. NCA BCCIയിൽ കോച്ചിങ് പ്രോഗ്രാംസ് ജൂനിയർ ക്രിക്കറ്റിലും സീനിയർ ക്രിക്കറ്റിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ഞാൻ ആന്ധ്രാപ്രദേശ് സീനിയർ ടീമിൻ്റെ കോച്ചായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, സീനിയർ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട്. അതല്ലാതെ ഇപ്പം നേപ്പാൾ പ്രീമിയർ ലീഗിൽ ലുംബിനി ലയൺസ് എന്ന് പറഞ്ഞ ടീമിൻ്റെയും ഹെഡ് കോച്ചാണ്. ഇതങ്ങനെ എല്ലാം കൂടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സീസണലാണ് കോച്ചിങ്. ഓക്കെ. ഇപ്പോൾ MRF സ്പേസ് ഫൗണ്ടേഷനിലും ഞാൻ 6 മാസം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 6 മാസം അവിടെ ജോലി ചെയ്താൽ ബാക്കി 6 മാസം ഞാൻ അവൈലബിൾ ആണ് വേറെ ഓപ്പർച്യൂണിറ്റീസിനായിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലും പോയി കോച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്ന് മുന്നിലുണ്ട്. പക്ഷെ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ കളി എല്ലാവരിലേക്കും
എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഡീപ്പ് ആയിട്ടുള്ള പേർപ്പസ്. അപ്പോൾ ആരും കളിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ കളി ആക്സസിബിൾ ആക്കുക, അഫോർഡബിൾ ആക്കുക മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു വിഷനായിട്ടുള്ളത്. അപ്പോൾ ആരും സാറേ എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നല്ല കോച്ചിങ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന് കിറ്റൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ ലിമിറ്റിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റുക എന്നുള്ള. അപ്പം വേറെ കൺട്രീസിലും കോച്ച് ചെയ്യാനായിട്ടുള്ള അവസരം, ഇപ്പം ഓസ്ട്രേലിയയിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ടിനു യോഹന്നാന് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ടിനു യോഹന്നാൻ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ടൈറ്റിൽ ക്ലബ്ബ് സിഡ്നിയിൽ ടൈറ്റിൽ ക്ലബ്ബായിട്ട് അവിടെ തീർച്ചയായിട്ടും ക്രിക്കറ്റ് അവിടെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സിഡ്നിയിലാണ് അവരുടെ സൗകര്യങ്ങളുള്ളത്. അപ്പോൾ അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ ടൈപ്പിൽ വന്ന് അവിടെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പരിധിയിലുള്ള കുട്ടികൾക്ക് എക്സ്പോഷറാണ് കിട്ടുന്നത്. ഓക്കെ, അവിടെയും കളി പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെയും കളി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് കളി പഠിക്കാൻ പറ്റും, എങ്ങനെ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാൻ പറ്റും. ഓക്കെ, കളീനെക്കാട്ടിൽ അപ്പുറമായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഈ കളിക്ക് ഈ പെർസെൻറ്റേജസ് ആണ് നമ്മൾ നോക്കേണ്ടതിനകത്ത്. ഓക്കെ, 100 പേര് ക്രിക്കറ്റ് കളിക്കുന്ന 100 കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനകത്ത് ഒരു 2% ഹയർ ലെവലിലേക്ക് പോകുന്നത്. മനസ്സിലായി? അതാണ് പെർസെൻറ്റേജ് ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പം ബാക്കി ഈ 98-99 പിള്ളേർ എന്താ ചെയ്യുന്നത്? അത് വലിയൊരു ചോദ്യമല്ലേ മുന്നിലുള്ളത്. അവർ കളി പഠിച്ചുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം ഉണ്ടല്ലോ. എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അവരവിടെ കളിക്കാൻ വരുമ്പോൾ ഓക്കെ, അവർക്ക് ഫിസിക്കലി അവർ ഡെവലപ്പ് ആവുകയാണ്. ബേസിക്സ് പഠിക്കുന്നുണ്ട് കളിയുടെ. ഓക്കെ, അത് സ്കിൽ വൈസ് പഠിക്കുന്നുണ്ട്, ഫിറ്റ്നസ് വൈസും അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ? അത് ഏത് കളി കളിച്ചാലും ഒരു വ്യക്തിയിലും ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ വൈസുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഇവരെ മെൻ്റലി അവരെന്തോരം ഡെവലപ്പ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, കളി ജയിക്കണമെങ്കിൽ കളിക്കുന്നതൊന്ന്, ജയിക്കുന്നത് വേറെ ഒന്നാണ്. ഓക്കെ, വിനോദ് ഭായ് ബോക്സറാണ്. എത്ര ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ സ്ട്രോങ് അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല, ചാൻസ് ഇല്ല. ഓക്കെ, വിറയ്ക്കും അല്ലേ അവിടെ ചെല്ലുമ്പോൾ. ഇനി എന്ത് സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും. ഓക്കെ, ഇത് കളി ജയിക്കണമെങ്കിൽ ഇവരെ സൗണ്ട് മൈൻഡ് എന്ന് പറയും, മെൻ്റലി സൗണ്ട് ആയിരിക്കണം അല്ലേ, സ്ട്രോങ് ആയിരിക്കണം. അവിടെയാണ് നമുക്ക് കളി ജയിക്കുക. ഇന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ലേ. മെൻ്റൽ സ്ട്രെങ്ത് കളിയിലൂടെ ലഭിക്കും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. ഒരു നല്ല അത്ലീറ്റിനെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് എങ്ങനെയാണ്? ജയിക്കുമല്ലോ, അവർക്ക് ഈ ഫിസിക്കൽ ക്വാളിറ്റീസ് ഉണ്ട്, മൈൻഡും ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഓർമ്മയിലുള്ള അവരുടെ സ്വഭാവമാണ്. അത് പ്രത്യേകിച്ചും സച്ചിൻ ടെണ്ടുൽക്കറിനെ നമ്മൾ എന്തോ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ഒരു കോൺട്രവേഴ്സി ഉണ്ടോ? ആരെങ്കിലും പറ്റി അങ്ങനെ നെഗറ്റീവ് പറയണ കേട്ടിട്ടുണ്ട്? ഡൗൺ ടു എർത്ത്, ഹംബിൾ. MS ധോനി അല്ലേ, VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്. തീർച്ചയായിട്ടും എന്തോരം ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റ് സ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ട്, അല്ലാത്ത ക്യാരക്ടേഴ്സും ഉണ്ട്, ഒരുപാട് അച്ചീവ് ചെയ്ത്. പക്ഷെ ക്യാരക്ടർ വൈസ് അത്രയും നമുക്ക് യോജിപ്പില്ല. അത് മോശമായിട്ടൊന്നും ചെയ്യണ്ടാവില്ല, പക്ഷെ യോജിക്കാൻ ബുദ്ധിമുട്ടാണ് അവരുടെ രീതികളായിട്ട് ചില കാര്യങ്ങൾ അല്ലേ. അപ്പോൾ സ്പോർട്ട് ആ രീതിയിലും ഡെവലപ്പാവും. അപ്പോൾ ഒരു കുട്ടികൾ കളിച്ചാൽ ഇതിലെവിടെയെങ്കിലും അവനൊരു ഗുണം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ ലീഗ് മാച്ചുകൾ, ചെറിയ ചെറിയ മാച്ചുകളിലാണെങ്കിലും തൻ്റേതായ ഒരു പേര് എഴുതി വെക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പാണ്. ഒരു പേപ്പറിൽ ഒരു പേര് വന്നാൽ അവന് എത്രത്തോളം കോൺഫിഡൻസ് ആണ് വരുന്നത്. വളരെയധികം 100%. അപ്പം ഇത് നമുക്ക് ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ പറ്റുമോ?
അതെ, കളിക്കുന്ന ഓരോരുത്തർക്കും ഇത് എത്തിക്കാൻ പറ്റും. എൻ്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ലോകം മുഴുവൻ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. UK, USA, അതുപോലെ യൂറോപ്പ്, ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ലോകം മുഴുവൻ. ക്രിക്കറ്റ് മാത്രമല്ല, വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമാണ്. ഞാൻ വളരെയധികം ആൾക്കാരുടെ നിന്ന് കേട്ടിട്ടുണ്ട്. ടിനി യോഹന്നാൻ, ഓക്കെ, എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ക്യാരക്ടറും? അത് ഒരു ഡീപ്പ് ക്വസ്റ്റ്യനാണ് അല്ലേ? ഡീപ്പ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ശരിക്കും അകത്ത് പോയി അന്വേഷിക്കേണ്ട ചോദ്യമാണ്. അത് എൻ്റെ ഒരു സവിശേഷതയാണെന്ന് ഞാൻ ഒരിക്കലും അത് പറയാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാനുള്ള വ്യക്തി ആരാണെന്ന് എനിക്ക് ഉള്ളിൽ അറിയാം. അതെ അതെ അത് ലോകം കാണുന്നില്ല. അതെ അത് എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്, ദൈവവും കാണുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ആണല്ലോ. ഓക്കെ, ഞാൻ എൻ്റെ ബെസ്റ്റ് സെൽഫാണ് എപ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും അതായിരിക്കും, ഒരു പക്ഷേ അതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആരാണെന്നുള്ള ഒരു നിലപാട് എനിക്കറിയാം. എൻ്റെ ഐഡൻറ്റിറ്റി എവിടെയാണെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി എവിടെയാണെന്ന്. എൻ്റെ ഐഡൻറ്റിറ്റി കളിയിലല്ല, ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ നേടിയിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ വ്യക്തിത്വത്തിലാണ് ഉള്ളത്. അതാർക്കും മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇന്ന് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ഞാൻ പെർഫോം ചെയ്തില്ല എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ടീമിൽ നിന്ന് പുറത്തു പോയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇന്ന് കോച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ടീം തോറ്റുപോയെന്ന് വെച്ചോ, ഞാനുള്ള വ്യക്തിത്വം മാറുന്നില്ല. കുറച്ച് ഡീപ്പാണ്, ഇത് ഡീപ്പാണ് അല്ലേ? ഞാനെന്നുള്ള വ്യക്തിത്വം മാറുന്നില്ല. അത് ഞാനെന്നുള്ള ആൾ മാറേണ്ട ആവശ്യമില്ല അതിന്. ആ സമയത്ത് ആ വ്യക്തിത്വത്തിലാണ് ഞാൻ കൂടുതലും ഓരോ സ്ഥലങ്ങളിലും പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാനായിട്ട് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മാറാതെ നിൽക്കാൻ മാക്സിമം മാറാതെ അങ്ങനെ മനസ്സിന് സുഖമുണ്ട്, സന്തോഷം, അതിൽ ഫ്രീഡം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊരു ഫ്രീഡം ഉണ്ട്. മനസ്സിലായില്ലേ? സ്പിരിച്വലായിട്ടുള്ള കാര്യമാണ്. അതൊരു മതപരമായിട്ടുള്ള കാര്യമല്ല, ഒരു മതത്തോട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറയണേ. പക്ഷെ ഇത് സ്പിരിച്വൽ ആസ്പെക്റ്റാണ്. നമ്മുടെ സ്പിരിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ആസ്പെക്റ്റാണ്. നമ്മുടെ വ്യക്തിത്വം എവിടെയാണ്, അത് ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലെ ദൈവത്തോടാണത്. ദൈവത്തോട് അടുത്ത് നിൽക്കുക. അവിടെയാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴൊന്നും അത് നിൽക്കാൻ പറ്റാറില്ല. പക്ഷെ മാക്സിമം ആ ഒരു സ്ഥാനത്താണ് നിൽക്കാൻ കഴിയുന്നത്. അതായിരിക്കും ചിലപ്പം ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അത് ഏറ്റു പറയുന്നില്ല. ഞാൻ ഞങ്ങളുടെ ഓൾ സ്പോർട്സിൻ്റെ പേരിൽ ചെറിയൊരു ഗിഫ്റ്റ് ടിനി യോഹന്നാന് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും സമയം ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനും ഇത്രയും തിരക്കിനിടയിലും ആ പറഞ്ഞ സമയത്ത് തന്നെ വരികയും എല്ലാം ചെയ്തതിന് ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. എൻ്റെ വലിയ ഒരു പ്രിവിലേജ്, പ്ലഷറായിട്ടാണ് കാണുന്നത് ഇവിടെ വന്നത്, ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അധികം ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെയും പറഞ്ഞത്. അതിനായിട്ടുള്ളൊരു വേദി ഒരുക്കി തന്ന ഓൾ ഫോർ സ്പോർട്സിന് നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ടിനി യോഹന്നാന് ഓൾ സ്പോർട്സിൻ്റെ പേരിൽ ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റ് തരികയാണ്. സ്വീകരിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.